മക്കളെ ഏറെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ കുട്ടിക്കാലത്ത് അവരുടെ ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കും. പിന്നീട് അതിന്റെ അപകടത്തെക്കുറിച്ച് തിരിച്ചറിയുന്നത് മക്കൾ വലിയ ദുരന്തത്തിൽ അകപ്പെടുമ്പോഴാണ്. ഇങ്ങനെ ഒരു അച്ഛന്റെയും അമ്മയുടെയും ഏക മകളെക്കുറിച്ച് നിങ്ങൾ അറിയണം. ഒറ്റ മകളായതിനാൽ ഏറെ ലാളിച്ചാണ് വളർത്തിയത്. പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് മോഡലാകണമെന്ന ആഗ്രഹം അവളുടെ മനസ്സിലുദിച്ചു. അധ്യാപികയായ അമ്മയ്ക്ക് എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും മനസ്സില്ലാ മനസ്സോടെ അവർ അതും സമ്മതിച്ചു. അങ്ങനെ കേരളത്തിലെ പ്രമുഖ മോഡലായി അൽക്ക ബോണി എന്ന പെൺകുട്ടി വളർന്നു. പിന്നാലെ അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരച്ഛനും അമ്മയും കേൾക്കാൻ കൊതിക്കാത്ത കാര്യങ്ങളാണ്. കൊച്ചിയിൽ നിന്ന് കൊക്കൈനുമായി പിടിയിലായ അൽക്ക ബോണി എല്ലാം തുറന്നു പറയുകയാണ്. ലഹരിയുടെ തലസ്ഥാനമായി മാറുന്ന കൊച്ചിയെക്കുറിച്ചും മോഡലിംഗ് രംഗത്തെ വഴിവിട്ട ഇടപാടുകളെക്കുറിച്ചും വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പെട്രോൾ. സ്വാഗതം. മോഡലാകണമെന്ന ആഗ്രഹത്തോടെ വലിയ സ്വപ്നങ്ങളുമായി റാമ്പിലെത്തിയതാണ് കൊച്ചി സ്വദേശിനിയായ അൽക്ക ബോണി. ഫാഷനൊപ്പം ലഹരിയും അവളെ മത്തുപിടിപ്പിച്ചു. കൊച്ചി നഗരത്തിലെയും ബംഗളൂരുവിലെയും സൗഹൃദങ്ങൾ ലഹരിക്ക് അടിമയാക്കി. കഴിഞ്ഞ മെയ് 17 കൊക്കൈനുമായി കൂട്ടുകാർക്കൊപ്പം പിടിക്കപ്പെട്ടതോടെയാണ് താൻ വലിയൊരു കെണിയിലാണെന്ന് അവൾ തിരിച്ചറിഞ്ഞത്. ജാമ്യം കിട്ടി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ അൽക്ക ബോണി എല്ലാം തുറന്നു പറയുകയാണ്. ബംഗളൂരുവിലും മുംബൈയിലും ഉള്ളതിനേക്കാൾ കൊച്ചിയിലാണ് ലഹരി ഇടപാട് നടക്കുന്നതെന്നും മറൈൻ ഡ്രൈവും കലൂർ സ്റ്റേഡിയവുമാണ് ഇതിന്റെ പ്രധാന കേന്ദ്രങ്ങളെന്നും അൽക്ക ന്യൂസ് 18നോട് പറഞ്ഞു. കൊച്ചിയിലെ മോഡലിംഗ് കമ്പനികളുടെ മറവിൽ നടക്കുന്ന നിയമവിരുദ്ധ ഇടപാടുകൾ, പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന മോഡലിംഗ് കമ്പനികൾ, ഇങ്ങനെ നടുക്കുന്ന കാര്യങ്ങളാണ് അവൾ വെളിപ്പെടുത്തിയത്. എന്താണ് അന്നത്തെ കൊച്ചി നഗരത്തിലെ ആ ലഹരി കേസിൽ സംഭവിച്ചത്? അൽക്ക ബോണി തന്നെ ഇപ്പോൾ ന്യൂസ് 18നൊപ്പം ചേരുന്നുണ്ട്. അൽക്ക ബോണിക്ക് ഈ ലഹരി ഇടപാടുണ്ടോ? ഇല്ല. അന്ന് നിങ്ങളുടെ ഫ്ളാറ്റിൽ നിന്നും ലഹരി പിടിച്ചിരുന്നു. യൂസ് ചെയ്യാറുണ്ട്. ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ പാർട്ടി വൈബ് അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അതിന്റെ നെക്സ്റ്റ് ഡേ ബർത്ത്ഡേ ആയിരുന്നല്ലോ. അപ്പൊ ബർത്ത്ഡേക്ക് വേണ്ടി മെയ് 18 ബർത്ത്ഡേ. മെയ് 18 ബർത്ത്ഡേ. അപ്പൊ നെക്സ്റ്റ് ഡേ ബർത്ത്ഡേ. അപ്പൊ എനിക്ക് തോന്നുന്നു അതിനകത്ത് ആരെങ്കിലും ചില സർപ്രൈസ് വരാൻ വേണ്ടിയോ എന്തെങ്കിലും വെച്ചതായിരിക്കും. റൂമിനൊക്കെ ഉള്ള കാര്യം എനിക്കന്ന് അറിയില്ലായിരുന്നു. ബിക്കോസ് ഞങ്ങൾ ആ സമയത്ത് വേറൊരു സ്ഥലത്തോട്ട് പോകാനായിട്ടുള്ള പ്ലാനിങ്ങിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. ബിക്കോസ് മെയ് 18 ബർത്ത്ഡേ ആണല്ലോ. അപ്പൊ ഓഫനേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ ഒരു പ്ലാനിങ് നിൽക്കുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. കൊക്കൈനാണ് പിടിച്ചെടുത്തത്. അതെ. അത് ആരുടെ ബാഗിൽ നിന്ന് പിടിച്ചത്? എന്റെ ഒരു ഫ്രണ്ടിന്റെ ബാഗിൽ നിന്ന് പിടിച്ചത്. അതെന്തിനാ അവിടെ കൊക്കൈൻ എത്തിച്ചത്? നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണോ? ആക്ച്വലി അതിനകത്ത് ആകെ ഒരു ചെറിയ ക്വാണ്ടിറ്റി എങ്ങാണ്ട് അവർ പിടിച്ചിട്ടുള്ളൂ. അപ്പൊ എന്തായാലും യൂസ് ചെയ്യാൻ വെച്ചതായിരിക്കുള്ളൂ. ആർക്ക്? ഈ സുഹൃത്തിനോട് പറഞ്ഞിട്ടില്ല ഈ സാധനം അവന്റെ കയ്യിലുള്ള കാര്യം. അവൻ എനിക്ക് തോന്നുന്നത് മേ ബി റൈറ്റ് 12 മണിക്ക് വേണ്ടി വെച്ചതായിരിക്കും. നിങ്ങൾ വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതല്ല? ഒരിക്കലും അല്ല. അല്ല, ഇത് പോലീസ് നിങ്ങൾക്ക് 6 പേർക്കെതിരെ കേസ് ചുമത്തി റിമാൻഡിലായി. പിന്നീട് 20 ദിവസത്തിന് ശേഷമാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. അതെ. ഇത് കോടതിയിൽ ഈ കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നോ? അങ്ങനെയാണ് ജാമ്യം കിട്ടിയത്. പക്ഷേ പോലീസ് പറഞ്ഞത് അൽക്ക ബോണിയാണ് ഈ ലഹരി ഇടപാടിലെ പ്രധാനി എന്ന് പറഞ്ഞു. എന്റെ അറിവിലേക്കൊന്നും അറിയില്ല. ഇതൊക്കെ ന്യൂസ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ലഹരി വിൽപ്പനയുണ്ടോ? ഇല്ല. ലഹരി ഉപയോഗിക്കാറുണ്ടോ? വല്ലപ്പോഴും ഇടയ്ക്ക് ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോഴോ? നിർത്തി. എന്നും ഈ കേസിന് ശേഷം? അല്ല, കേസിന് മുന്നേ കുറച്ചാൾ നിർത്തിയായിരുന്നു. 1 വീക്ക് 2 വീക്ക് ഒക്കെ. ബട്ട് അപ്പോഴേക്കും ഒരിനകത്തിട്ടു. പിന്നെ ഇപ്പൊ അങ്ങനെ പറയാലോ. കൂടെ പിടിച്ച എല്ലാവരുടെയും കാര്യം ഞാൻ പറയുവാണെങ്കിൽ എല്ലാവരും ഞങ്ങൾ 6 പേരും യൂസ് ചെയ്യും. ബട്ട് ഇതുവരെ സെയിലിന്റെ കാര്യം ചെയ്തിട്ടില്ല. അവര് പറഞ്ഞ ന്യൂസിൽ കാണിച്ചതെല്ലാം ഫേക്ക് ആയിരുന്നു. അവര് പറഞ്ഞ ഇൻഫർമേഷൻ അതെ. അല്ല, എന്തിനാ നിങ്ങൾക്കെതിരെ ഒരു തെറ്റായ ഇൻഫർമേഷൻ? ഞാൻ പറയാലോ, ഇപ്പൊ അത് കഴിഞ്ഞിട്ട് 500 ഗ്രാം പിടിച്ച വേറെ കുട്ടിയുണ്ട്, 1 കിലോ പിടിച്ച കുട്ടികളുണ്ട്. അവരൊക്കെ ഒരു ന്യൂസ് അത്രയൊക്കെ ഉള്ളൂ. ഇത്രയും വലിയ രീതിയിൽ അവർ കാണിച്ചിട്ടില്ല. നമ്മുടെ നാളെ പിടിച്ച ചെറിയ ക്വാണ്ടിറ്റിയാണ്. അതിനവർ ഇത്രയും വലുതാക്കാൻ ജസ്റ്റ് ബിക്കോസ് ആണ് മോഡൽ. ഒരു മോഡൽ ആയതുകൊണ്ട് ഒരു വാർത്ത ഹൈപ്പ് കിട്ടും. അതുകൊണ്ട് പോലീസ് ഈ രീതിയിൽ വാർത്തകൾ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിന്നും നിങ്ങളുടെ റൂമിൽ നിന്നും ഈ ലഹരി കൊക്കൈൻ പിടിച്ചു. അതുകൊണ്ടാണ് കേസ് ചുമത്തിയത്. പക്ഷേ ഈ കൊണ്ടുവച്ച ആളെ പിടിച്ചിട്ടില്ല. ഇല്ല, ആളെ പിടിച്ചിട്ടില്ല. ഇപ്പോഴും പിടിച്ചിട്ടില്ല. നിങ്ങൾ ഇൻഫർമേഷൻ കൊടുത്തായിരുന്നു?
കൊടുത്ത അതന്ന് തന്നെ ആളുടെ നമ്പർ, ഇൻസ്റ്റ ഐ ഡി, ഫോട്ടോസ് എല്ലാം കൊടുത്തിരുന്നു. പിന്നെ നമ്മുടെ പോലീസ് അന്വേഷിക്കായിരുന്നു? പറഞ്ഞിരുന്നോ നിങ്ങൾ ഇത് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നല്ല, ഈ കാര്യങ്ങളൊക്കെ പോലീസോട് പറഞ്ഞു? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളെ കുടുക്കിയത്? ബോധപൂർവമാണോ? ബോധപൂർവം പോലീസ് ഇന്റൻഷനലി? ഐ തിങ്ക് ബിക്കോസ് അതിന്റെ തലേ ദിവസം ഞങ്ങളുടെ റൂമിന്റെ സൈഡിൽ കൂടെ അവർ നടക്കുന്നത് ഞാൻ കണ്ടിരുന്നു. തലേ ദിവസം 16th അവര് മറ്റേ ജീപ്പ് അവർ പോയത് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ നോക്കി ഫൈൻ, നമുക്കൊരു വലിയ വേറെ ചിന്തയില്ലല്ലോ അവിടുത്തെ. അങ്ങനെ അറിയിക്കാൻ അന്ന് തന്നെ അവിടുത്തെ എസ്കേപ്പ് അടിക്കില്ല എന്തെങ്കിലും വിൽപ്പനയ്ക്ക് ആയിരുന്നെങ്കിൽ, നോർമൽ തിങ്. ഈ പലപ്പോഴും അതിനുശേഷം പിന്നീട് വന്നത് മോഡലിംഗിന്റെ മറവിലൊക്കെ ഈ ലഹരി ഇടപാടുകൾ ഉണ്ടെന്നൊക്കെയാ പറയുന്നത്. അങ്ങനെയുള്ളതാണോ? ഇല്ല. എത്ര വർഷമായിട്ട് ചിലപ്പോ ചില മോഡൽസ് ഇങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ടാവും, ബട്ട് ആരും സെയിൽ ചെയ്യാനുള്ള ധൈര്യം കാണിക്കില്ല. ബിക്കോസ് ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്കിക്കോ, ഈ ഒരു കേസ് കഴിഞ്ഞിട്ട് എനിക്ക് നാട്ടിൽ നിന്ന് ഇതുവരെ ഒരു ഓഫർ പോലും മോഡലിന്റെ വന്നിട്ടില്ല. എത്ര നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഡ്രഗ്? ഞാൻ കഴിഞ്ഞ ഒരു 3 years ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ മോഡലിംഗ് ഇറങ്ങിയിട്ട് 6 വർഷമായി, 3 വർഷമായിട്ട് ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെ? സാധാരണ MDMA. അത് അതിന്റെ ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരിക മാനസിക ബുദ്ധിമുട്ടുണ്ടോ? ഓഫ് കോഴ്സ്. ഉപയോഗിച്ചു കഴിഞ്ഞപ്പോ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടൈമിൽ ഭയങ്കര ആക്റ്റീവ് അതൊക്കെ ആയിരിക്കും. ബട്ട് അത് കഴിഞ്ഞൊരു 5-6 ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ സമയത്ത് എന്തുണ്ടായിരുന്നു ഒരു ഓർമ്മ ഉണ്ടാവില്ല. മിസ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പൊ എന്താ പറയാ, നമുക്ക് നോ പറയാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ബോഡിയാണ്, അവർ നമ്മളെ ടച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് തീരുമാനിക്കേണ്ടത്. അല്ല ആരും വന്ന് പിടിച്ചു പറിക്കും അങ്ങനത്തെ സ്കീമൊന്നും മോഡലിംഗിലില്ല. അഫ്കോഴ്സ് ഇപ്പൊ അങ്ങനെ ആരെങ്കിലും വന്ന് അവരോട് പെമ്പിളയോട് പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അതിന് ഓപ്ഷൻ ഉണ്ട് നോ പറയാനായിട്ടുള്ളത്. ഇറ്റ്സ് അപ് ടു ഹെർ. അത്ര അനുഭവം ഉണ്ടായിട്ടുണ്ടോ അൽക്കാബോണിക്ക്? എനിക്കുണ്ടായിട്ടില്ല. ഇല്ല. അങ്ങനെ ആരെങ്കിലും പരിചയത്തിൽ അറിയാവോ അങ്ങനെ ആരെങ്കിലും ഈ ചൂഷണം ചെയ്യപ്പെട്ട, അബ്യൂസ് ചെയ്യപ്പെട്ട ആരെങ്കിലും കുറിച്ച് അറിയാവോ മോഡലിങ്ങിന് വന്ന ശേഷം? അങ്ങനെയില്ല. പക്ഷെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുമെന്ന്. അതെ. എനിക്ക് ഉണ്ടാവാത്തതിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് ഞാൻ അത്യാവശ്യം നല്ലൊരു മോഡലിംഗ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഏത് മോഡലിംഗ് കമ്പനി? എമിറേറ്റ്സിൽ വർക്ക് ചെയ്യുന്നത്. കേരളയിലെ ബെസ്റ്റ് ആണ്, സൗത്ത് ഇന്ത്യയിലെ ബെസ്റ്റ് ആണത്. ഫസ്റ്റ് മോഡലിംഗ് കമ്പനിയാണ് സൗത്ത് ഇന്ത്യയില്, കൊച്ചി ബേസ് ചെയ്തോളാം. അതെ. അപ്പൊ അവരെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ടീം ആയതുകൊണ്ട് എന്നോട് അങ്ങനത്തെ ചോദ്യങ്ങളോ ഒന്നും വരില്ല. എന്നോട് എമിറേറ്റ്സിലെ കുട്ടികളേ ഉള്ളൂ. പിന്നെ ഏതാ ഈ അങ്ങനെയൊക്കെ നടത്തുന്ന മിസ്യൂസ് ചെയ്യുന്ന കമ്പനികളെ കുറിച്ച് അറിയാമോ? കേട്ടിട്ടുണ്ട് ഒരു തജാസ് മോഡലിംഗ് കമ്പനി, ഒരു പരാതി വന്നു, അതിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഒരു തജാസ് മോഡലിംഗ് കമ്പനിയെ കുറിച്ച്. അങ്ങനെ ഉണ്ട്. തജാസ് മോഡലിംഗ് കമ്പനിയില് അങ്ങനെ നിരവധി പെൺകുട്ടികൾ ഇരകളാകപ്പെട്ടിട്ടുണ്ട്. 1-2 പരാതികൾ വന്നിട്ടുണ്ട്. ഞാൻ തജാസിനൊപ്പം വർക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ നമ്മൾ എല്ലാവരെ പറ്റിയും കേൾക്കും. അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കൊച്ചിയിലാണ് ഈ മോഡലിംഗിന്റെ മറവിലുള്ള ഇടപാടുകളൊക്കെ നടക്കുന്നത്. ഇടപാടുകളൊന്നുമില്ല കൊച്ചിയിൽ, സത്യം പറഞ്ഞൊന്നുമില്ല. പക്ഷെ പറയുമ്പോ ഭയങ്കര സെറ്റപ്പായിട്ട് മോഡലിംഗുകാരെ കാണിക്കും, അത്രേ ഉള്ളൂ. അതെ. കൊച്ചിയിൽ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ മോശം പ്രൊഫഷൻ ആണോ? അല്ല, കൊച്ചിയിൽ മോഡലിംഗിനകത്ത് നമുക്ക് ഏർണിങ്സ് വളരെ കുറവാണ്. ഈ സെയിം സംഭവം നമ്മൾ കൊച്ചി ചെയ്യുന്നത് മുംബൈയിലോ ഡൽഹിയോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലോ പോയി കഴിഞ്ഞാൽ അതിന്റെ 2 times അല്ല 3 times പേയ്മെന്റ് നമുക്ക് കിട്ടും. നമുക്ക് അതല്ലേ വേണ്ടേ? അല്ല, അതല്ലാതെ കൊച്ചിയിൽ മോശപ്പെട്ട സ്ഥലമാണോ കൊച്ചിയിൽ പറയുന്ന മോഡലിംഗ് രംഗം? കൊച്ചിയിൽ മോഡലിംഗ് മോശം ഞാൻ പറയില്ല, പക്ഷെ കൊച്ചിയിൽ ഡ്രഗ്സ് കിട്ടാൻ ഭയങ്കര ഈസിയാണ്. ഇത് ബാംഗ്ലൂരേക്കാളും? അതെ. അതെന്താ കാര്യം? സത്യം ഞാൻ പറയുക. ബിക്കോസ് കൊച്ചിയിൽ എല്ലാവരും, ഇപ്പൊ ഞാൻ പറയാം, മെറാൻ ഡ്രൈവിൽ പോയിക്കോ, ചുമ്മാ നിങ്ങൾക്ക് എവിടെ ഡ്രഗ് കിട്ടുന്നത്? ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെ വാങ്ങിക്കുന്നത്. നിങ്ങൾ അങ്ങനെയൊക്കെ ലൈക്ക് നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നില്ല യൂസ് ചെയ്താണെന്നൊക്കെ. നൈസർ പോയി ചോദിക്കണം എന്താ. അങ്ങനെ സ്ഥിരം തരുന്ന ഒരു റാക്കറ്റ് ഉണ്ടോ? സ്ഥിരമായിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് എടുക്കില്ല. നിങ്ങൾ വാങ്ങില്ല? അതുകൊണ്ട് പോലീസ് ലോട്ട്സ് ഓഫ് പീപ്പിൾ. നമുക്കിങ്ങനെ ഡെയിലി വേണമെന്നില്ലല്ലോ. വല്ലപ്പോഴും നോക്കൂ, ആ ശരി നോക്കട്ടെ. എവിടെയൊക്കെയാ കൊച്ചിയിൽ എവിടെയൊക്കെയാ ഈ ഡ്രഗിന്റെ ഇടപാടുകളുള്ളത്? മറൈൻ ഡ്രൈവിലുണ്ട്. പിന്നെ എവിടെയൊക്കെയാ ഉള്ളത്? അങ്ങനത്തെ പബ്ലിക് പ്ലേസസിൽ മിക്കയിടത്തുണ്ട്. പരസ്യമായിട്ട് വിൽക്കുന്നുണ്ട്. അതെ. അല്ലാണ്ട് നിങ്ങൾ ഈ പറയുന്ന ന്യൂസ് ഈ പറയുന്നതൊക്കെ കേട്ടുവെക്ക് ചിരി വരുന്നത് അങ്ങനൊന്നും അല്ല. ലോഡ്ജിലോ അവിടെയൊന്നും അല്ല, ഒരിക്കലും അല്ല. യെസ്, പരസ്യമായി പൊതുവിപണിയിൽ കിട്ടാറുണ്ട്. ബോയ്സ് പോക്കറ്റ് നിറയെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നടക്കും. ഒരുപാട് സ്റ്റേഡിയം പോലത്തെ ചോദിച്ചു കൊടുക്കുവോ? 0.5 വേണം വേണം വേണം. കൊച്ചി നെഹ്റു സ്റ്റേഡിയം? യെസ്, കലൂർ സ്റ്റേഡിയം. എന്ത് MDMA വേണോ? അവിടെ പോലീസും പരിശോധന ഒന്നുമില്ല. പോലീസും പരിശോധന ഇല്ലെന്നല്ല,
They are very vigilant, they are very cunning. The boys. അവരിങ്ങനെ നോക്കും, പോലീസ് എല്ലാ സമയം നോക്കി നൈസായിട്ട് വേടോ പോകും. പ്രധാനമായിട്ട് ഈ സിന്തറ്റിക് ഡ്രഗ് ആണ് കൂടുതലും എമ്മ മെയിൻലി പോകുന്നത്. നിങ്ങളുടെ ഈ സുഹൃത്തുണ്ടല്ലോ, അന്ന് പിടിയിലായി അൽക്കാ ബോണിനെ പിടിച്ച ഫ്ലാറ്റിൽ കൊണ്ടുവച്ച ഡ്രഗ് കൊക്കയും കൊണ്ടുവച്ച സുഹൃത്ത്, പുള്ളിക്ക് ഈ വിൽപ്പന ഉണ്ടോ അറിയാവോ? ഇല്ല, പുള്ളി ഉപയോഗിക്കാൻ കൊണ്ടുവന്നാണ്. എവിടെ നിന്നായിരിക്കും കിട്ടിയത്? എനിക്കറിയില്ല. ഈ അൽക്കാ ബോണിക്ക് നിങ്ങളുടെ പെൺ സുഹൃത്തുക്കൾ ഉണ്ടോ? അതോ ഉണ്ട്, അവരുപയോഗിക്കും. യൂസ് ചെയ്യുന്ന പിള്ളേർക്ക്. ബിക്കോസ് അവരെന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവരെന്റെ അടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ആ മണ്ടൊക്കെ സർവൈലൻസ് ചെയ്യുന്നു. ഇപ്പോഴും ഇതേ ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന ട്രെയിൻ വന്ന് ഇറങ്ങി, ഇതിനു വേണ്ടി വന്നപ്പോ ട്രെയിൻ വന്ന് ഇറങ്ങിയപ്പോ there was a checking. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഫുൾ ബാഗ് ചെക്ക് ചെയ്തു, ഒന്നുമില്ല കണ്ടു, ഓക്കെ ശരി പോയി. അതെങ്ങനെ മനസ്സിലായി അൽക്കാ ബോണി ഇവിടെ എത്തിയെന്ന്? ആയിരുന്നു ഞാൻ ട്രെയിൻ ഇറങ്ങിയപ്പോ തന്നെ ബാമോള് ഇങ്ങനെ കൊണ്ടുപോയി മാം. സ്റ്റേഷനിൽ കൊണ്ടുപോയതോ? അവിടെ വെച്ച് ഫുൾ ചെക്ക് ചെയ്തു, ഒന്നുമില്ല കണ്ടപ്പോ ഓക്കെ ഫൈൻ പോക്കോ പറഞ്ഞു. പിന്നെ എനിക്കറിയാം ഇപ്പൊ അത്യാവശ്യം നല്ല കേസ് ആയിരുന്നല്ലോ, ഇറ്റ് വിൽ ബി ദേർ. ഓക്കെ, അപ്പൊ അൽക്കാ ബോണി പറയുന്നത് ഇനി ഒരിക്കലും ഡ്രഗ് ഉപയോഗിക്കില്ലെന്നാണ്. ഇടയ്ക്ക് ആ ഒരു പ്രായം, ആ പ്രായത്തിന്റെ ഒരു ആ ഏജ് ഗ്രൂപ്പിന്റെ ഒരു പ്രശ്നമാണ് ഇങ്ങനെ ലഹരി ഉപയോഗിച്ചത്. അത് മോഡലിംഗ് രംഗത്തിന് പോലും അല്ലെങ്കിൽ പ്രൊഫഷനെ പോലും വലിയ രീതിയിൽ ബാധിച്ചുവെന്ന് അൽക്കാ ബോണി തുറന്നു പറയുന്നുണ്ട്. പക്ഷെ 2-3 കാര്യങ്ങൾ അൽക്കാ ബോണി പറഞ്ഞത്, അവർ ലഹരി കേസിൽ അന്ന് പിടിക്കപ്പെട്ടത്, ലഹരി കൊണ്ടുവച്ചത് മറ്റൊരു സുഹൃത്താണ്. പോലീസിനോട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചപ്പോഴും പോലീസ് ആ സുഹൃത്തിനെ കുറിച്ച് അന്വേഷിച്ചില്ല. ഇവരെ കുറിച്ച് മറ്റു പല കഥകളും പറഞ്ഞു വരുത്തി. പക്ഷെ അൽക്കാ ബോണി ലഹരി ഇടപാട് നടത്തുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ പോലീസ് അത് വിശദമായിട്ട് അന്വേഷിക്കട്ടെ, പരിശോധിക്കട്ടെ. പക്ഷെ എല്ലാം തുറന്നു പറയുകയാണ്. ഈ മോഡലിംഗ് രംഗത്തെ കാര്യങ്ങൾ, മറ്റു പല രീതിയിലുള്ള ഇതിൽ വരുന്ന നിരവധി ചെറുപ്പക്കാർ, യുവാക്കൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട ഉപദേശം കൂടി പറയുന്നു. അവരുടെ ഭാവി ജീവിതം തകരുകയുള്ളൂ. മാത്രമല്ല, കൊച്ചി നഗരം കേന്ദ്രീകരിച്ചുള്ള ലഹരി ഇടപാടിനെ കുറിച്ചും പരസ്യമായിട്ടുള്ള ലഹരി ഇടപാടിനെ കുറിച്ചും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് അൽക്കാ ബോണി നടത്തിയത്. അൽക്കാ ബോണി സൂചിപ്പിച്ചതുപോലെ ഇനി ഒരിക്കലും ഈ ലഹരി ഡ്രഗ് ഉപയോഗിക്കില്ല എന്ന് ഉറപ്പ് പറയുന്നുണ്ട്. മറ്റ് യുവാക്കളോടും ഇത് തന്നെയാണ് അൽക്കാ ബോണിക്കും പറയാനുള്ളത്. മദ്യവും ലഹരിയും ഒട്ടേറെ യുവാക്കളുടെ ജീവിതം തകർത്തിട്ടുണ്ട്. മദ്യലഹരിയിൽ സ്ഥലകാല ബോധം പോലും നഷ്ടപ്പെടുന്നവരുണ്ട്. കൊല്ലം പുനലൂരിൽ മദ്യലഹരിയിൽ യുവാവ് KSRTC ബസ് മോഷ്ടിച്ച് കടത്താൻ ശ്രമിച്ചു. തെന്മല സ്വദേശി ബിനീഷ് കുമാറാണ് പുനലൂർ ഡിപ്പോയ്ക്ക് സമീപം റോഡിൽ നിർത്തിയിട്ടിരുന്ന ബസ് കടത്തിക്കൊണ്ടുപോയത്. പിന്നീട് പുനലൂർ പോലീസ് യുവാവിനെ പിന്തുടർന്ന് ഐക്യരക്കോണം ഭാഗത്ത് വെച്ച് പിടികൂടി. ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടോയെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടുകൂടിയാണ് സംഭവം. തെന്മല ഉറുക്കുന്ന് ആര്യഭവനിൽ ബിനീഷ് കുമാർ വീട്ടിലേക്ക് പോകാനായി പുനലൂർ KSRTC ഡിപ്പോയിൽ എത്തി. ഏറെ നേരം കാത്തുനിന്നിട്ടും തെന്മല ഉറുകുന്നു ഭാഗത്തേക്ക് ബസ് വന്നില്ല. പിന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല. റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു KSRTC ബസ് സ്റ്റാർട്ടാക്കി വീട്ടിലേക്ക് തിരിച്ചു. തൂക്കുപാലത്തിന് സമീപമുള്ള വലിയ പാലത്തിലൂടെ ലൈറ്റിടാതെ വരുന്ന KSRTC ബസ് കണ്ട് സംശയം തോന്നിയ ഹൈവേ പോലീസ് TB ജംഗ്ഷനിൽ വണ്ടി തടഞ്ഞു. എന്നാൽ ബസ് അവിടെ നിർത്താതെ ഐക്കരക്കോണം ഭാഗത്തേക്ക് പോയി. പുറകെ എത്തിയ പോലീസ് ഓടിച്ചിട്ടാണ് പ്രതിയെ പിടികൂടിയത്. 23-കാരനായ ബിനീഷ് മദ്യലഹരിയിലായിരുന്നു. KSRTC പുനലൂർ ഡിപ്പോയിലെ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് പാർക്ക് ചെയ്യുന്നത് രാത്രി കാണാതായി. അത് പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതനുസരിച്ച് മോഷണം പോയതായി അറിയാൻ കഴിയും. അപ്പോൾ തന്നെ പോലീസ് വണ്ടിയെയും എടുത്തുകൊണ്ടുപോയ ആളിനെയും അറസ്റ്റ് ചെയ്ത് ഡിപ്പോയിൽ കൊണ്ടുവരികയും തുടർ നടപടി എന്നത് കേസെടുക്കുകയുണ്ടായി. ദിവസവും രാവിലെ 6-ന് കോക്കാട് വഴി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് സർവീസ് നടത്തുന്ന വേണാട് ബസ്സാണ് ഇയാൾ കടത്താൻ ശ്രമിച്ചത്. ഡിപ്പോയിലെ സ്ഥലപരിമിതി മൂലം പല ബസ്സുകളും റോഡിലാണ് നിർത്താറുള്ളത്. ഇതാണ് മോഷ്ടാവിന് സൗകര്യമായത്. സംഭവത്തെക്കുറിച്ച് ഡിപ്പോ അധികൃതർ പോലീസിൽ പരാതി നൽകി. മദ്യലഹരിയിലാണോ അതോ ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് അന്വേഷിക്കുന്നതായി പോലീസ് വ്യക്തമാക്കി.
ന്യൂസ് 18 പുനലൂർ. ചില മനുഷ്യരുണ്ട് തൊഴിലെടുക്കാതെ മറ്റുള്ളവരെ കബളിപ്പിച്ച് മാത്രം ജീവിക്കുന്നവർ. അതിനായി പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടത്തും. പാലക്കാട് പട്ടാമ്പിയിൽ ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പ് നടന്നത് മുഖ്യമന്ത്രിയുടെ പേരിൽ വ്യാജരേഖകൾ ചമച്ചാണ്. മുതുതല സ്വദേശിയായ യുവാവിന്റെ പരാതിയിൽ പട്ടാമ്പി സ്വദേശി ആനന്ദ് രാമകൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 61 ലക്ഷം രൂപ തട്ടിയെടുത്തുന്ന പരാതിയിലാണ് പോലീസിന്റെ നടപടി. പ്രതി സമാന രീതിയിൽ നിരവധി ആളുകളെ വഞ്ചിച്ച് പണം തട്ടിയതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. മുതുതല കൊപ്പം കേന്ദ്രീകരിച്ചാണ് കേട്ടുകേൾവിയില്ലാത്ത തരം സാമ്പത്തിക തട്ടിപ്പ് അരങ്ങേറിയത്. ബിസിനസ് ആവശ്യത്തിനെന്നു പറഞ്ഞ് മുതുമല സ്വദേശിയായ കിഷോറിൽ നിന്ന് ആനന്ദ് രാമകൃഷ്ണൻ വിവിധ തവണകളിലായി 61 ലക്ഷം രൂപ വാങ്ങിച്ചു. കബളിപ്പിക്കപ്പെട്ടെന്ന് തിരിച്ചറിഞ്ഞ കിഷോർ പണം തിരികെ ചോദിച്ചപ്പോഴാണ് ആനന്ദ് പുതിയ തട്ടിപ്പ് ഇറക്കിയത്. തനിക്ക് 64 കോടി രൂപ സർക്കാരിൽ നിന്ന് പാസായെന്നും അത് ലഭിച്ചാലുടൻ പണം തിരികെ നൽകാമെന്നും പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വ്യാജ ലെറ്റർ ഹെഡിലുണ്ടാക്കിയ കത്താണ് ഇതിന് തെളിവായി ആനന്ദ് കാണിച്ചത്. ധനകാര്യ ജോയിന്റ് സെക്രട്ടറിയുടെ പേരിലും ഇയാൾ വ്യാജരേഖ നിർമ്മിച്ചിരുന്നു. അതിനിടെ തുക വേഗം ലഭിക്കുന്നതിന് കൈക്കൂലിയായി മന്ത്രി റിയാസിന് 98,000 രൂപ ഫോൺ പേയിലൂടെ അയച്ചു നൽകിയെന്നും പറഞ്ഞ് വ്യാജ സ്ക്രീൻഷോട്ടും ആനന്ദ് കാണിച്ചു. രേഖകളെല്ലാം വ്യാജമെന്ന് മനസ്സിലാക്കിയ കിഷോർ പട്ടാമ്പി പോലീസിൽ പരാതി നൽകി. തുടർന്ന് സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ വിശദമായ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. കിഷോറിന്റെ വ്യക്തിയാണ് തട്ടിപ്പിക്ക് ഇരയായതാണ്. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് ഒരു 61 ലക്ഷം ഒരു ആനന്ദിന്റെ പ്രതിയാണ് ഈ തട്ടിപ്പ് നടത്തിയ ആളാണ്. അപ്പോൾ ഈ സംഭവത്തിൽ 61 ലക്ഷം വിവിധ സമയങ്ങളിൽ അദ്ദേഹത്തിൽ നിന്ന് ഗൂഗിൾ പേ മുഖാന്തരമോ ക്യാഷ് ഡെപ്പോസിറ്റ് മുഖാന്തരമോ മറ്റു പല മാർഗങ്ങളിലും 61 ലക്ഷം മേടിച്ചിട്ട് തിരിച്ചു തരാതെ ഇദ്ദേഹത്തിന് ഒരു വ്യാജരേഖ മുഖ്യമന്ത്രി അദ്ദേഹത്തിനെയോ ആൻഡ് ധനകാര്യ വകുപ്പിൻ്റെയോ ആൻഡ് വ്യാജരേഖ ചമച്ച് അവർ സർക്കാരിൽ നിന്നോ ഇദ്ദേഹത്തിന് കോടികളായിട്ട് പൈസ തിരിച്ചു കിട്ടാൻ കൊണ്ട് വിശ്വസിച്ച് അദ്ദേഹത്തെ കുറെ സമയങ്ങളായിട്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. പ്രതിയുടെ വീട് പോലീസ് റെയ്ഡ് ചെയ്തപ്പോൾ വ്യാജരേഖകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങളും മറ്റ് തെളിവുകളും കണ്ടെടുത്തു. തുടർന്നായിരുന്നു അറസ്റ്റ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ലാപ്ടോപ്പും മൊബൈൽ ഫോണും സർവീസ് ചെയ്യാൻ നൽകിയ പരിചയമാണ് മുതുതല സ്വദേശിയായ കിഷോറിന് ആനന്ദ് രാമകൃഷ്ണനുമായി ഉള്ളത്. പ്രതി സമാന രീതിയിൽ നിരവധി ആളുകളെ വഞ്ചിച്ച് പണം തട്ടിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ പി.കെ. പത്മരാജൻ, എസ്ഐമാരായ മണികണ്ഠൻ കെ, മധുസൂദനൻ കെ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസിന്റെ അന്വേഷണം നടത്തുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. ലഹരി വിൽപ്പനയ്ക്ക് പെൺകുട്ടികളെയും യുവതികളെയും മറയാക്കുന്നവരെ കുറിച്ച് കേട്ടില്ലേ? ഇതുപോലെ കുഴൽപ്പണക്കടത്തിന് സ്വന്തം ഭാര്യയെയും മക്കളെയും മറയാക്കിയ ഒരു വിരുദ്ധനുണ്ട് മലപ്പുറത്ത്. താനൂർ സ്വദേശി മുഹമ്മദ് ഹാഷിമാണ് രാത്രിയിൽ ഭാര്യയെയും 3 കുഞ്ഞുങ്ങളെയും കൂട്ടി കള്ളപ്പണം കടത്താൻ ഇറങ്ങിയത്. കൈ കാണിച്ചിട്ടും നിർത്താതെ പോയ വാഹനം പോലീസ് പിന്തുടർന്ന് പ്രതിയെ പിടികൂടി. ഇയാളിൽ നിന്ന് രേഖകളില്ലാത്ത 20 ലക്ഷം രൂപയും പാലക്കാട് കൊഴിഞ്ഞാമ്പാറ പോലീസ് കണ്ടെടുത്തു. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയാണ് മേനോൻപാറയിൽ വാഹന പരിശോധന നടത്തിയത്. എന്നാൽ കൈകാണിച്ചെങ്കിലും കാർ നിർത്താതെ പോയി. ഇതോടെ വിവരം ചിറ്റൂർ പോലീസിന് കൈമാറി. തുടർന്ന് ചിറ്റൂർ പോലീസിന്റെ സഹായത്തോടെ കുറ്റിപ്പള്ളം CP ചള്ളയിൽ വെച്ച് കാർ പിടികൂടുകയായിരുന്നു. പരിശോധനയിൽ കാറിന്റെ രഹസ്യ അറയിൽ സൂക്ഷിച്ചിരുന്ന 20,40,000 രൂപ കണ്ടെത്തി. പ്രതി മലപ്പുറം താനൂർ പനക്കാട്ടൂർ സ്വദേശി എസ് മുഹമ്മദ് ഹാഷിമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസിന് സംശയം തോന്നാതിരിക്കാൻ ഭാര്യയെയും 3 ചെറിയ കുട്ടികളെയും കൂട്ടിയായിരുന്നു കുഴൽപ്പണം കടത്തിയത്. സമാനമായ രീതിയിൽ കുഴൽപ്പണം കടത്തിയതിന് പരപ്പനങ്ങാടി, പെരിന്തൽമണ്ണ, കസബ പോലീസ് സ്റ്റേഷനുകളിൽ ഹാഷിമിനെതിരെ കേസുണ്ട്. ചിറ്റൂർ DYSP VA കൃഷ്ണദാസ്, കൊഴിഞ്ഞാമ്പാറ CI MR അരുൺകുമാർ, ചിറ്റൂർ CI J മാത്യു, കൊഴിഞ്ഞാമ്പാറ SI B പ്രമോദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കാർ പിന്തുടർന്ന് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
ന്യൂസ് 18 കൊഴിഞ്ഞാമ്പാറ. നമ്മുടെ നാട്ടിൽ വീടുകളിൽ പലരും നായ്ക്കളെ പരിശീലനം നൽകി വളർത്താറുണ്ട്. മുൻപ് വീടിന് കാവൽ നിൽക്കാനാണ് നായ്ക്കളെ വളർത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ ക്രിമിനൽ സംഘങ്ങൾ പോലീസിൽ നിന്നും രക്ഷ നേടാനും പരിശീലനം കൊടുക്കും. കൊല്ലം ചടയമംഗലത്ത് പോലീസിനെ കണ്ട കാപ്പ കേസ് പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചത് വളർത്തുനായയെ അഴിച്ചുവിട്ടാണ്. ഒടുവിൽ പോലീസ് അതിസാഹസികമായി പ്രതിയെ കീഴ്പ്പെടുത്തി. പിടിയിലായ മുഹമ്മദ് ഷാൻ നിരവധി അടിപിടി കേസുകളിൽ പ്രതിയാണ്. ചടയമംഗലം ഇളമ്പന്നൂർ സ്വദേശി ചെമ്പൻ ഷാൻ എന്ന് വിളിക്കുന്ന മുഹമ്മദ് ഷാനിനെയാണ് കാപ്പ നിയമപ്രകാരം ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. 2022 കാപ്പ നിയമപ്രകാരം ഇയാൾക്കെതിരെ കേസെടുക്കുകയും നാട് കടത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് 3 ആഴ്ച മുമ്പ് ചടയമംഗലം ബിവറേജസിന് സമീപം വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട അടിപിടി കേസിൽ ഇയാൾ ജയിലിലായി. കഴിഞ്ഞ മാസം 21-ന് ജയിൽ മോചിതനായെങ്കിലും ജയിലിൽ കഴിയുന്ന സമയം തന്നെ പ്രതിക്കെതിരെ ചടയമംഗലം പോലീസ് കാപ്പ പ്രകാരം നടപടികൾ തുടങ്ങിയിരുന്നു. തുടർന്ന് ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ തിരക്കി പോലീസ് എത്തിയെങ്കിലും പിടികൂടാനായിരുന്നില്ല. അയാള് നമ്മുടെ ലിമിറ്റിൽ തന്നെ നിരവധി കേസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ ഒരു പ്രാവശ്യം നാടുകടത്തൽ കാപ്പ 15 എന്ന് പറയുന്ന നാടുകടത്തൽ ഉൾപ്പെട്ട ആളാണ്. അതിനുശേഷം തിരികെ ചടയമംഗലത്ത് എത്തി താമസിച്ച് വരികയാണ് വീണ്ടും കേസുകൾ ഉൾപ്പെട്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാപ്പയിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ പോലീസ് മേധാവി സാബി മാത്യു സാർ IPSന്റെയും നമ്മൾ DYSP ആയിട്ടുള്ള കൊട്ടാരക്കര DYSP ആയിട്ടുള്ള ബൈജുമാർ സാറിന്റെയും നിർദ്ദേശാനുസരണം ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രത്യേക സ്ക്വാഡ് തന്നെ രൂപീകരിച്ചിരുന്നു. ഇന്നലെ രാത്രിയോടെ നമുക്കൊരു വിവരം കിട്ടുകയും ആ വിവരപ്രകാരം നമ്മൾ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ ഇന്ന് വെളുപ്പാങ്കാലത്തോടെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഒടുവിൽ പിടികൂടുമെന്നായപ്പോൾ പരിശീലനം നൽകിയ വളർത്തുനായകളെ വിട്ട് പോലീസ് ആക്രമിക്കാൻ ശ്രമിച്ചു. എന്നാൽ പോലീസ് സാഹസികമായി പ്രതിയെ പിടികൂടുകയായിരുന്നു. കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് കാപ്പ കേസ് പ്രതിയെ പിടികൂടിയത്. CI സുനീഷ്, അനീഷ്, സജി, രഞ്ജിത്ത്, സജിത്, ജംഷീദ്, വേണു, അതുൽകുമാർ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 കൊട്ടാരക്കര. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയതാണ്. അത് വിവാദമായതോടെ ശിക്ഷാ ഇളവിന് ശുപാർശ ചെയ്ത ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ സംഭവത്തിൽ അന്വേഷണം നടത്താനാണ് സർക്കാർ നീക്കം. ശുപാർശ നടപടി പുറത്തായതിനാണ് അന്വേഷണം നടക്കുന്നത്. ജയിൽ വകുപ്പിൽ നിന്നാണോ പോലീസിൽ നിന്നാണോ കത്ത് ചോർന്നതെന്ന് കണ്ടെത്താൻ ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടു. 1 മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നും നിർദ്ദേശമുണ്ട്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ശിക്ഷാ ഇളവ് നീക്കത്തിനായുള്ള പട്ടികയും കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ടും ചോർന്നതിലാണ് അന്വേഷണം. ജയിൽ വകുപ്പിൽ നിന്നാണോ കത്ത് ചോർന്നതെന്ന ജയിൽ വകുപ്പ് DIG അന്വേഷിക്കും. പോലീസിൽ നിന്നാണോ ചോർന്നതെന്ന കണ്ണൂർ DIG ആണ് അന്വേഷിക്കുക. 1 മാസത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിലുണ്ട്. നിയമസഭയ്ക്കകത്തും പുറത്തും സർക്കാർ പ്രതിരോധത്തിലായ വിവാദത്തിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വധക്കേസിലെ പ്രതികളായ മുഹമ്മദ് ഷാഫി, സിജിത്ത്, TK രജീഷ് എന്നിവർക്ക് ഇളവ് നൽകാനുള്ള നീക്കമാണ് നടന്നത്. ഒരു തരത്തിലുള്ള ഇളവ് നൽകരുതെന്ന ഹൈക്കോടതി നിർദ്ദേശിച്ച പ്രതികൾക്കാണ് ശിക്ഷാ ഇളവ് നൽകാൻ നീക്കം നടന്നത്. വിഷയം വാർത്തയായതോടെ നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറിയിരുന്നു. ശിക്ഷാ ഇളവിനുള്ള ശുപാർശയിൽ TP വധക്കേസിലെ പ്രതികളെ ഉൾപ്പെടുത്തിയതിന് ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് KS ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 BG അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ OV രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ന്യൂസ് 18 തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പെരുമ്പാവൂരിൽ നിയമ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട കേസിലെ പ്രതി അമിറുൽ ഇസ്ലാമിന് വധശിക്ഷയിൽ ഇളവ് നൽകരുതെന്ന് വിദ്യാർത്ഥിനിയുടെ അമ്മ. മകളുടെ കൊലപാതകിയുടെ വധശിക്ഷ നടപ്പിലായി കാണാനാണ് ജീവിക്കുന്നതെന്നും അമ്മയുടെ പ്രതികരണം. തൃപ്പൂണിത്തുറയിൽ KSRTC ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ പ്രതി പിടിയിൽ.
പിറവം സ്വദേശി അഖിലാണ് പിടിയിലായത്. മൂവാറ്റുപുഴയിൽ നിന്ന് കാണാതായ വീട്ടമ്മ ആളൊഴിഞ്ഞ പുരയിടത്തിൽ മരിച്ച നിലയിൽ. ചികിത്സയുടെ ഭാഗമായി മൂവാറ്റുപുഴയിലെ സ്വകാര്യ ലോഡ്ജിൽ താമസിച്ചിരുന്ന ഇടുക്കി പെരിയാർ വാലി സ്വദേശി കമലാക്ഷിയാണ് മരിച്ചത്. കവർച്ച നടത്താൻ ഒരുങ്ങുന്നതിനിടെ മലയാളികൾ ഉൾപ്പെടെ 10 പേർ കോയമ്പത്തൂരിൽ അറസ്റ്റിൽ. അറസ്റ്റിലായവരിൽ ബംഗളൂരു ബോംബ് സ്ഫോടന കേസ് പ്രതി തടിയന്റെവിടെ നസീറിന്റെ സഹോദരൻ ഷമാലും. കണ്ണൂരിൽ ഫിസിയോതെറാപ്പിയുടെ മറവിൽ യുവതിയെ പീഡിപ്പിച്ച വാർത്ത അടുത്തിടെയാണ് പുറത്തുവന്നത്. സമാനമായൊരു സംഭവമാണ് കോഴിക്കോട് ഉണ്ടായത്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ സസ്പെൻഡ് ചെയ്തു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ബുധനാഴ്ച ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിക്കെത്തിയ പെൺകുട്ടിയെ ചികിത്സയ്ക്കിടെ പീഡിപ്പിച്ചതായാണ് പരാതി. സംഭവത്തിൽ വെള്ളയിൽ പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഏതൊരു തൊഴിലിനും ഒരു വിശ്വാസ്യതയുണ്ട്. വിശ്വാസം കാത്തുസൂക്ഷിച്ചില്ലെങ്കിൽ ആ തൊഴിൽ മേഖലയ്ക്ക് തന്നെ അത് നാണക്കേടുണ്ടാക്കും എന്ന കാര്യം മറക്കരുത്. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.